സിറ്റിംഗ് സീറ്റ് വിട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ ഒരു പ്രതിപക്ഷ മണ്ഡലം പിടിക്കാൻ ഇറങ്ങിയതോടെ മത്സരം കടുത്തിരിക്കുകയാണ് തിരൂരിൽ. വർഷങ്ങളായി തിരൂർ മണ്ഡലം യുഡിഎഫിനൊപ്പമാണെങ്കിലും ഇത്തവണ മത്സരം പ്രവചനാതീതമാണ്. നോക്കാം തിരൂരിന്റെ സമഗ്ര രാഷ്ട്രീയ ചിത്രം. കഴിഞ്ഞ തവണത്തെ കുറുക്കോളി മൊയ്തീന്റെ ഭൂരിപക്ഷം 7214. പല പഞ്ചായത്തുകളിലും കൃത്യമായ UDF മേധാവിത്വം. എന്നിട്ടും എങ്ങനെയാണ് തിരൂർ ഒരു ഹോട്ട് സീറ്റായി മാറുന്നത്? മന്ത്രി വി അബ്ദുറഹ്മാൻ എന്ന തിരൂരുകാരുടെ മാമൻ തന്നെയാണ് ആ കടുത്ത മത്സരത്തിന് വഴിയൊരുക്കുന്നത്. നിലവിലത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ആർക്കും കൃത്യമായ മേധാവിത്വം പ്രഖ്യാപിക്കാൻ കഴിയാത്തതാണ്. അബ്ദുറഹ്മാന്റെ പ്രതീക്ഷ തിരൂർ മുനിസിപ്പാലിറ്റിയിലാണ്. സ്വന്തം മണ്ഡലത്തിൽ തിരൂരുകാരുടെ മാമൻ പോരാട്ടത്തിനിറങ്ങുമ്പോൾ മുനിസിപ്പാലിറ്റി ചതിക്കില്ലെന്നാണ് ഇടത് ക്യാമ്പ് കരുതുന്നത്. വി അബ്ദുറഹ്മാൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 500-ൽ പരം വോട്ടിന്റെ ലീഡ് ലഭിച്ചിട്ടുണ്ട്. തലക്കാട് LDFനെ പിന്തുണയ്ക്കും. പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയത് 2500 വോട്ടിന്റെ ലീഡ്. തിരൂരിൽ ജനങ്ങൾ മുന്നോട്ട് വച്ച എല്ലാ വികസന കാര്യങ്ങളും, പ്രത്യേകിച്ച് റോഡുകൾ, പാലങ്ങൾ തുടങ്ങി വിദ്യാലയങ്ങൾ, ധാരാളം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുക എന്നത് എൻ്റെ ഒരു ദൗത്യമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. തീർച്ചയായും അത് പൂർത്തീകരിക്കും. വെട്ടത്ത് 1000-ൽ താഴെയാണ് UDF ലീഡ്. വളവന്നൂർ UDFന് പ്രതീക്ഷ നൽകുന്ന പഞ്ചായത്താണ്. അബ്ദുറഹ്മാന് മുനിസിപ്പാലിറ്റി എന്ന പോലെ കുറുക്കോളിയുടെ സ്വന്തം പഞ്ചായത്താണ് വളവന്നൂർ. ഇവിടെ ഇളക്കമുണ്ടാക്കാനാകുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ 6 പഞ്ചായത്തേ ഉള്ളൂ. ആ 6 പഞ്ചായത്തും UDFൻ്റെ കൂടെ ഉണ്ടാവും. മുനിസിപ്പാലിറ്റി ശരിയുടെ കൂടെയായിരിക്കും. റൈറ്റ്. ഈ മണ്ഡലത്തിൽ ഒന്നിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. UDF ഒരു ഉജ്ജ്വലമായ വിജയം ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണിക്കാൻ സാധിക്കും. തിരുനാവായ UDF കോട്ടയാണ്. മുൻപ് KT ജലീൽ കുറ്റിപ്പുറത്ത് മത്സരിച്ചപ്പോൾ മാത്രമാണ് ഒരു ബലാബല സാഹചര്യം തിരുനാവായയിൽ ഉണ്ടായത്. ആദവനാടും UDFന് ആശങ്കയില്ലാത്ത പഞ്ചായത്താണ്. പിന്നെ കൽപ്പകഞ്ചേരിയാണ്. ലീഗ് കോട്ടയാണ് ആ മണ്ണ്. ആനപ്പടിക്കൽ കുടുംബത്തിന്റെ രാഷ്ട്രീയം ആ നാടിന്റെ രാഷ്ട്രീയം കൂടിയാണ്. എല്ലാ വീട്ടിലും പ്രവാസികളുള്ള പഞ്ചായത്തിൽ പ്രവാസി വോട്ടുകൾ നിർണായകം. ഇനി പ്രധാനം SDPI വോട്ടുകളാണ്. SDPIക്ക് തിരൂരിൽ സ്ഥാനാർത്ഥിയില്ല. 3000-ഓളം വോട്ടുകളുള്ള SDPI ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുത്തേക്കും. NDAക്ക് കാര്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ മണ്ഡലത്തിലായിട്ടില്ല. പക്ഷേ ഇത്തവണ ചില മാറ്റങ്ങൾ NDAയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളെ കോർഡിനേറ്റ് ചെയ്യുന്നത് SDPIയും ജമാഅത്ത് ഇസ്ലാമിയുമാണ്. അതുകൊണ്ട് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ആരെ പിന്തുണയ്ക്കണമെന്ന് ആ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ NDAക്ക് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എങ്ങനെ കൂട്ടിക്കഴിച്ചാലും കൃത്യമായ മേധാവിത്വം ഇപ്പോൾ ആർക്കെന്ന് പ്രവചിക്കാനാകില്ല. ഭരണവിരുദ്ധ വികാരമോ ഭരണ താല്പര്യമോ ഒരു ട്രെൻഡായി മാറിയാൽ ഈ കണക്കുകൂട്ടലുകൾ എല്ലാം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. മുഹമ്മദ് അർഷാക്കിനൊപ്പം മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. എന്തായാലും തിരൂരിലെ പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് അബ്ദുറഹ്മാൻ ഒരു അഭിമാന പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് പോലും വലിയ ചോദ്യമാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അദ്ദേഹം മണ്ഡലം വിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ മാത്രം നിർബന്ധത്തിന് വഴങ്ങി LDF അതിനെ സമ്മതിക്കുന്നു. മണ്ഡലം വിട്ടെന്ന് മാത്രമല്ല, താനൊരു സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അത് മാറ്റിയിട്ടാണ് തിരൂരിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു സ്വന്തം വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ജയിച്ചു കയറേണ്ടത് അബ്ദുറഹ്മാന്റെ മാത്രം ആവശ്യമായും മാറിയിരിക്കുന്നു. മെസ്സി വിഷയമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കുമെന്ന് എതിർ സ്ഥാനാർത്ഥി അടക്കം പറഞ്ഞതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.